തുടർച്ചയായി പാമ്പുകടിയേൽക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അതീവ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും പറയുന്നത്. അതിൽ ഈ അടുത്തിടെ 3 മരണങ്ങളാണ് പാമ്പുകടിയേറ്റുണ്ടായത്. അതുകൊണ്ട് തന്നെ ദുഃഖം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ റെക്കോർഡ് ചൂട് നമ്മളെ മാത്രമല്ല പാമ്പുകളെയും പൊറുതിമുട്ടിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കുഞ്ഞുങ്ങളടക്കം പലരും പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിരിക്കുകയാണ്. ചൂട് കൂടുമ്പോൾ തണുപ്പ് തേടി പാമ്പുകൾ നമ്മുടെ വീടുകളിലേക്കും പരിസരങ്ങളിലേക്കും വരാൻ ചാൻസ് കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ചില വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സംസ്ഥാന മെഡിക്കൽ ഓഫീസും അതുപോലെ ജില്ലാ മെഡിക്കൽ ഓഫീസും നൽകുന്ന പ്രഥമ ശുശ്രൂഷ ഗൈഡ് പ്രകാരം നമ്മുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും പാമ്പ് കടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് കടിയേറ്റ വ്യക്തിയെ സമാധാനിപ്പിക്കുക എന്നതാണ്. അതുപോലെ ശരീരവും കടിയേറ്റ ഭാഗവും ഒട്ടും ചലിപ്പിക്കാതെ ശാന്തനായി ഇരുത്തുക. ബോധം നഷ്ടപ്പെട്ടാൽ തറയിൽ ചരിച്ചു കിടത്തുക. ശേഷം എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആന്റിവനം അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇനി ഒരിക്കലും ചെയ്യരുതാത്ത കാര്യങ്ങളാണെങ്കിൽ മുറിവ് ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് വലുതാക്കരുത്. മുറിവേറ്റ ഭാഗത്തിന് മുകളിൽ മുറുക്കി കെട്ടരുത്. വിഷം വായ വെച്ച് ഊരിയെടുക്കാൻ ശ്രമിക്കരുത്. കടിയേറ്റ ഭാഗം ഹൃദയത്തിന് മുകളിൽ ഉയർത്തി വെക്കരുത്. കൂടാതെ കടിച്ച പാമ്പിനെ തെരഞ്ഞ് സമയം കളയാൻ ഒരിക്കലും നിൽക്കരുത്. ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശപ്രകാരം പാമ്പ് കടിയേറ്റാൽ ഉടൻ തന്നെ 108 എന്ന ആംബുലൻസ് നമ്പറിൽ വിളിക്കുക. അവർ നിങ്ങളെ ആന്റിവനം ലഭ്യമായ ആശുപത്രിയിൽ കൃത്യസമയത്ത് എത്തിക്കും. പ്രഥമ ശുശ്രൂഷ നൽകിയായിരിക്കും അവർ നിങ്ങളെ ആശുപത്രിയിൽ എത്തിക്കുക. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പാലക്കാട് ജില്ലയിലാണെങ്കിൽ ആന്റിവനം ചികിത്സ ലഭ്യമായ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കുക. എത്രയും പെട്ടെന്ന് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓർക്കുക, ശാസ്ത്രീയമായ ചികിത്സ മാത്രമാണ് ജീവൻ രക്ഷിക്കാൻ ഏക മാർഗം. ഓരോ മിനിറ്റും നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ ഒരു ജീവൻ രക്ഷിച്ചേക്കാം. അപ്പോൾ ജാഗ്രത പാലിക്കുക. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.